നമസ്കാരം. കനത്ത പോളിംഗാണ് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം കൂടിയോ കുറഞ്ഞോ എന്നതല്ല, പുതുക്കിയ SIR പ്രകാരമുള്ള കൃത്യമായ വോട്ടുകൾ പെട്ടിയിൽ വീണു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് UDF. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ വളരെ വ്യക്തമായ ചിട്ടവട്ടത്തോടെയുള്ള ചില നീക്കങ്ങൾ അതുതന്നെയാണ് UDFനെ ഈ ഒരു വിജയ അവകാശവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പ്രചരണ സമയത്ത് മുസ്ലിം ലീഗുമായിട്ടുള്ള അടക്കം ഘടകകക്ഷികളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക്. ഒരു ടീം UDF, VD സതീശൻ പറഞ്ഞതുപോലെ ടീം UDF. തുടക്കത്തിൽ മുൻ പ്രസിഡന്റ് K. സുധാകരൻ MPയുടെ വക ചില കല്ലുകടികൾ ഉണ്ടായതൊഴിച്ചാൽ അതൊക്കെ വിജയകരമായി തരണം ചെയ്തു പോകാൻ UDFനായി, കോൺഗ്രസിനായി. അതുകൊണ്ട് തന്നെയാണ് UDF വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന് വളരെ വ്യക്തമായി പറയുന്നത്. അടുത്തത്, അങ്ങനെ UDF കേരളത്തിൽ 2026 ആ തെരഞ്ഞെടുപ്പിൽ UDF ഭരണം ഏറ്റെടുക്കുമ്പോൾ ആരാകും മുഖ്യമന്ത്രി? VD സതീശനോ, KC വേണുഗോപാലോ, രമേശ് ചെന്നിത്തലയോ? വളരെ വ്യക്തമായി പറയാം, വിശ്വസനീയമായ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് അങ്ങനെ വേണം പറയാൻ, രമേശ് ചെന്നിത്തലയാകും ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രി. VD സതീശനെ തഴഞ്ഞിട്ടില്ല. അടുത്ത 2.5 വർഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാകും മുഖ്യമന്ത്രി. ആദ്യത്തെ പിണറായി സർക്കാർ അധികാരമേൽക്കുന്നത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവെന്ന ആ നിലയ്ക്കാണ്. ഒന്നാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അപ്പോൾ അർഹമായ ഒരു പരിഗണന രമേശ് ചെന്നിത്തലയ്ക്ക് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ 2.5 വർഷം. രണ്ടാം പിണറായിയുടെ എതിരെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാകും അടുത്ത 2.5 വർഷം. പിന്നെ PC വിഷ്ണുനാഥ്, അനിൽകുമാർ അടക്കമുള്ള യുവ നിര വ്യക്തമായും മന്ത്രിസ്ഥാനം അവർ ഉറപ്പിച്ചിരിക്കും. കാരണം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വളരെ ശക്തമായ ഉറച്ച നിലപാടുള്ളത് KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA അടക്കമുള്ള ഒരു യുവനിരയ്ക്കാണ്. ഷാഫി പറമ്പിൽ MPയുടെ അടക്കം യുവ കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ പിന്തുണ ഒരു കെട്ടുപാടോടെയാണ്, ഒരു കെട്ടുറപ്പോടെയാണ് UDF കോൺഗ്രസ് ഇത്തവണ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെല്ലാം വോട്ടിംഗ് ശതമാനം ഉയർത്തി വിജയം ഉറപ്പാക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതിലാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്തായാലും വിജയം സുനിശ്ചിതമാണെന്ന് UDF ക്യാമ്പുകൾ, കോൺഗ്രസ് ക്യാമ്പുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവഞ്ചൂരടക്കം ഇത്തവണ വീണ്ടും മന്ത്രിയാകും, അതിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഉണ്ടാകും. ഘടകകക്ഷികൾക്ക് അർഹമായ പ്രാതിനിധ്യവും ഉണ്ടാകും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും CP ജോൺ കപ്പൽ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ UDFൻ്റെ പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ CP ജോണും മന്ത്രിയാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ജയിക്കുമ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്ന UDF പിന്തുണ മത്സരിക്കുന്ന G. സുധാകരനും മന്ത്രിയായേക്കാം. അതങ്ങനെയാണ് എൻ്റെ കീഴ്വഴക്കം. രാഷ്ട്രീയ മര്യാദകൾ, ജനാധിപത്യ മര്യാദകൾ ഇതൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരാകും ഉണ്ടാകുക. ഈയൊരു നയമാകും UDFൻ്റേത്. എന്തായാലും KC വേണുഗോപാലാണോ, ചെന്നിത്തലയാണോ, VD സതീശനാണോ മുഖ്യമന്ത്രി എന്നതിൽ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാകും ഈ പ്രഖ്യാപനം. അതാണ് PC വിശ്വനാഥ് പറഞ്ഞത്, ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു എന്ന ഡിക്ലറേഷൻ വന്ന് 5 മിനിറ്റിനകം മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കും. അതെ, കോൺഗ്രസ്സാണ് പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ 5 മിനിറ്റിനകം UDFൻ്റെ മുഖ്യമന്ത്രി വരും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വരും. അത് രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാകും. അതുതന്നെയാണ് രാഷ്ട്രീയ തീരുമാനം. അതുതന്നെയാണ് UDFനുള്ളിലെ എന്നല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആ തീരുമാനം. അതിന്
നിലവിൽ ഹൈക്കമാൻഡിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലൊരു സുസ്ഥിര ഭരണം കൈവരിക്കണമെങ്കിൽ, സുസ്ഥിര ഭരണവുമായി കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഫോർമുല അല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ലെന്ന നിലപാട് സംസ്ഥാനത്തെ കോൺഗ്രസ് ഘടകമാണ്. അതായത് PC വിശ്വനാഥ്, അനിൽകുമാർ, ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതൃനിര, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ നേതൃനിരയാണ് ഹൈക്കമാൻഡിനെ വ്യക്തമായി രേഖാമൂലം തെളിവുകൾ സഹിതം അറിയിച്ചത്. അങ്ങനെ കേരളത്തിലേക്ക് UDF അധികാരത്തിലെത്തുമെന്നൊരു ശക്തമായ സൂചന അവർ തന്നെ നൽകുന്നുണ്ട്, കണക്കുകൾ നിരത്തി. അപ്പോൾ ആ മന്ത്രിസഭയിൽ ആരൊക്കെയാകണം മുഖ്യമന്ത്രി, ആരൊക്കെയാകണം മന്ത്രിമാർ, ആരൊക്കെയാകണം കോൺഗ്രസ് പാർട്ടിയിലെ മന്ത്രിമാർ, ആരൊക്കെയാകണം ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യം അവർ തീരുമാനിക്കും. എത്ര മന്ത്രി പദങ്ങൾ വരെ ഘടകകക്ഷി കൊടുക്കാം അതുവരെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ വ്യക്തമായി വരച്ചു വച്ചിട്ടുണ്ട്.